തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ തിരുമൂലപുരത്ത് ശ്രീ KC മാമൻ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ഫാമിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു കുളത്തിൽ മീൻ കുഞ്ഞുങ്ങളെ പാകപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് മാമൻ KC, കർണാടകത്തിലെ കൊച്ചുനാല്. ഞാൻ 15-ാമത്തെ വയസ്സിൽ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. അതിനുശേഷം 15 വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ട് എൻ്റെ 43-ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നതിന് ശേഷം ഇപ്പോൾ കൃഷി 12 വർഷമായി ഞാനിപ്പോൾ ജൈവ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടതുകൊണ്ടാണ് പുറത്തു നിന്നിരുന്ന ആളുകളെല്ലാം അകത്തോട്ട് ഓടിക്കയറി. ഒരു കുഞ്ഞനാട് വന്ന് പതുക്കെ ഇണങ്ങാൻ തുടങ്ങുന്നുണ്ട് എന്നോട്. അത് കണ്ട് പേടി മാറി അടുത്തവനും വന്നു കൂട്ടുകൂടാൻ. അപ്പുറത്ത് കുറേ മുട്ടക്കോഴികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. കുട്ടനാടൻ താറാക്കൂട്ടങ്ങളെയും ഇവിടെ വളർത്തുന്നുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വീടിനോട് ചേർന്നുള്ള 1.5 ഏക്കർ സ്ഥലത്താണ് ഞാൻ ജൈവ കൃഷി ചെയ്യുന്നത്. ഞാൻ മൊത്തം ജൈവ കൃഷി ചെയ്യുന്നതിനകത്ത് ആടുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്, താറാവുണ്ട്, മീനുണ്ട്, തേനീച്ചയുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളായ ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ, വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, പിന്നെ വെളിയിൽ വിൽക്കാനുള്ള ഏത്തക്കൊലകൾ, പച്ചക്കറികളും വീട്ടിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പേടിയൊക്കെ മാറിയപ്പോൾ അവർ വീണ്ടും വെളിയിലിറങ്ങി. ഇവിടെ കൂടുതലും ജാതി കൃഷിയാണുള്ളത്. ചുറ്റിനും കുറേ ജാതി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മണിമലയാറിൻ്റെ തീരത്തായിട്ടാണ് ഈ കൃഷിയിടം സ്ഥിതി ചെയ്യുന്നത്.
മണിമലയാർ കൊണ്ടുതരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കുളമാണിത്. ഇതിനകത്ത് ആറ്റിലെ മിക്ക മത്സ്യങ്ങളുമുണ്ട്. ആമകൾ കുറേയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ താറാക്കുട്ടന്മാരൊക്കെ വന്ന് നീന്താൻ ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. ചൂണ്ടയൊക്കെ ഇട്ട് ആറ്റുമീൻ പിടിച്ച് കറിയൊക്കെ വെച്ച് നല്ല രസമായിരിക്കും അല്ലേ? ഇപ്പോൾ അവർ എൻ്റെ കൂടെ കുറച്ച് സൗഹൃദമായി തുടങ്ങി. ഞാൻ ഇറങ്ങിയപ്പോൾ ഒരാൾ കൂടിഞ്ഞിറങ്ങി. കാവലായിട്ടുള്ള ആൾ ഇതാ കിടക്കുന്നു. ഇവിടെ മത്സ്യകൃഷിക്ക് വേണ്ടി ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഓക്സിജൻ സപ്ലൈ ഒക്കെ കൊടുത്ത് മീനെ വളർത്തുന്നുണ്ട്. റെഡ് തിലാപ്പിയ വർഗത്തിൽപ്പെട്ട മത്സ്യം ആണ് ഇപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത്. 3 മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത വിളവെടുപ്പിനുള്ളതായി. മീൻ തീറ്റ ഇട്ട് കൊടുത്തത് വളരെ സാവകാശം കാത്തു നിന്നിട്ട് ഒടുവിലൊരു മത്സരം തന്നെയായിരുന്നു. ഇത് കണ്ടു നിൽക്കാൻ എന്ത് രസമാണെന്നോ. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗവൺമെന്റിന്റെയും നമ്മുടെ ഓരോ വ്യക്തിയുടെ ആവശ്യമാണ്. കാരണം ഇന്ന് വർദ്ധിച്ചു വരുന്ന അസുഖം മൂലം കോടിക്കണക്കിന് രൂപ ഹോസ്പിറ്റൽ ചെലവ് വരുമ്പോൾ മാത്രമാണ് ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ആദ്യം കേരളത്തിലെ ജനങ്ങൾ മുഖ്യ ആഹാരമായിട്ട് കഴിക്കുന്ന അരി മുതൽ തുടങ്ങുന്ന വിഷം. പോളിഷ് ചെയ്യാത്ത ഒരരി പോലും ഇന്ന് കേരള മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. പണ്ട് ഒരു 30 വർഷം മുമ്പ് ഞാൻ കൃഷിയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന നെല്ല് കുത്തി അതിന്റെ കഞ്ഞിയും ചോറുമാണ് കഴിക്കുക. അന്നൊക്കെ മനുഷ്യർക്ക് വളരെ അസുഖം കുറവായിരുന്നു. ഇന്നത്തെ കഞ്ഞിവെള്ളം കുടിച്ചാൽ പോലും മനുഷ്യൻ ക്യാൻസർ കൊണ്ട് മരിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, അരി വെളുപ്പിക്കാനും ചുമപ്പിക്കാനും ചേർക്കുന്ന കെമിക്കലുകൾ എത്രയോ ഭയാനകമായ വിഷമാണ് അതിനകത്ത് ചേർക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത്, വാഴയ്ക്ക് ഉപയോഗിക്കുന്നത്, എല്ലാ സാധനങ്ങൾക്കകത്തും അമിതമായ വിഷം. അതുകൊണ്ടാണ് ഞാൻ ഈ ജൈവ കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം. പക്ഷെങ്കിൽ സാധാരണപ്പെട്ട ഒരു കർഷകന് ഒരു കാരണവശാലും ജൈവ കൃഷി കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. ഗവൺമെന്റ് പ്രത്യേക സബ്സിഡി കൊടുക്കുകയോ ഗ്രാന്റ് കൊടുക്കുകയോ ചെയ്യാതെ കർഷകർ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ സാധ്യതയാണ്. തിരുവല്ല പരിസരത്തുള്ളവർക്ക് നല്ല ജൈവ പച്ചക്കറികൾക്കും കാർഷിക വിളകൾക്കും കിഴങ്ങ് വർഗ്ഗങ്ങൾക്കുമൊക്കെ ഇദ്ദേഹത്തെ സമീപിക്കാം.